ഹലോ. ഓഹോ, പുറപ്പെട്ടോ? എത്ര നേരം ഉണ്ടാവും? 2 മണിക്കൂറോ? അപ്പൊ ഇങ്ങോട്ട് എത്താറായല്ലോ. ആ, നോക്കിക്കോളാം. ആ, എന്താ ശിവരാമ? ഡാനിയലൂട്ടിയാ കുര്യാക്കോസ് അവിടുന്ന് പുറപ്പെട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് എത്തും. ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും. അത് നമ്മളത്ര കാര്യാക്കണ്ട. അതൊന്നും കൂടി ഉറപ്പിച്ച് പറയാനാ വീണ്ടും വിളിച്ചേ. പാവം, എന്താ പറ്റിയെന്ന് എങ്ങനെ അറിയാ? അത് ഈ തുടരെയുള്ള യാത്രയും ബഹളമൊക്കെ അല്ലേ. സാരല്ലേ, നമുക്ക് നോക്കാം. ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടല്ലോ. എവിടേക്ക് ഞാൻ ഇങ്ങോട്ട് പോണേ? കാശാ സാറേ, തരാടോ. എന്താ കുര്യച്ചന് എന്നെ മനസ്സിലായോ? ഇല്ല. ഇത് നമ്മുടെ ശിവരാമൻ നായരാ കുര്യച്ച. ഞാൻ വിചാരിച്ചു തന്റെ അച്ഛൻ പത്മനാഭൻ നായരാണെന്ന്. ഇത് കുഴപ്പാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോക്ക് സർവത്ര കുഴപ്പമാണ്. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കുര്യച്ച. എങ്ങനെ അറിഞ്ഞു? ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. ആ, അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ചോദിക്കണേ. കുര്യത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? സമാധാനമായിട്ട് കാര്യം പറ. പരസ്പര ബന്ധം ഉണ്ടോ നോക്കട്ടെ. താൻ എന്തിനാ എപ്പോഴും എന്റെ കൈമ കയറി പിടിക്കണേന്ന്? കുര്യത്തിന് കിടക്കണോ? പറ. എന്തോ പ്രശ്നമുണ്ട് ശിവരാമ. ഉണ്ട്. അത് പറയാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പ്രശ്നം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ. ഒരു പെണ്ണ് കയറി ഇങ്ങോട്ട് വിലസല്ലേ. ഈ പറയുന്നതിലൊന്നും പരസ്പര ബന്ധമില്ല. പരസ്പര ബന്ധം ഉണ്ടോ? ശരിക്കുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അവരുടെ പരസ്പര ബന്ധം കണ്ട് ഒരുമാതിരി കലി കയറിയിട്ടാ ഞാൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്. സംഗതി സർവത്ര വഷളാ. ശിവരാമ, ഇപ്പൊ എന്താ ചെയ്യാ? പിടിച്ചു കെട്ടിക്കുക, അല്ലാണ്ട് എന്താ? ഓ, അതാ അതിന്റെ ശരി. ആ, നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്തതിന് തകരാറാണേ. സാരല്ല. എടോ ഭാസ്കര, കൊച്ചാപ്പി, വാസു, കയ്യോടെ പിടിക്കാൻ നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയണ്ട, അങ്ങോട്ട് നടക്കുക. സുമതി, വെള്ളം വെള്ളം. Mr. Raju, this is the beam in question. ഗുഡ് മോർണിംഗ്. എന്താ? കുട്ടികൾ ഒറ്റ നിർബന്ധം, ഉടനെ ഡാഡിയും കൂട്ടി വീട്ടിലേക്ക് വരണം. അവിടെ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. എന്ത് സർപ്രൈസ്? ആ, അത് പറഞ്ഞില്ല. അത് സീക്രട്ടാ, പറയാൻ പറ്റില്ല. ആരാ? ആളെ മനസ്സിലായില്ല. അത് എന്റെ ഒരു വൈഫാ. എന്താ വേണ്ടത്? ഉടനെ വീട്ടിലേക്ക് വരണം. കുട്ടികളുടെ നിർബന്ധ. എനിക്കിവിടെ ജോലിയുള്ളതല്ലേ. ഞാൻ പറഞ്ഞു നോക്കി, ഇവര് കേക്കണ്ടേ? നിങ്ങൾ അതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. ഉടനെ വരാം. നടന്നു. നിക്ക് അകത്തോട്ട് വരണ്ട. സർപ്രൈസ് ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. 1 2 3 4. ഞാനാണ് പറഞ്ഞു കൊടുത്തത് കുട്ടികളോട്. എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളെ മമ്മിയെ കണ്ടുപിടിക്കണം, ഡാഡിയുമായി ചേർക്കണം, എന്നാലേ നിങ്ങൾ നല്ല കുട്ടികളാവൂ എന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അല്ലേ മെറ്റി? അതെ, ഡാഡിയും മമ്മി ഒന്നിച്ചു എന്നും പറഞ്ഞ് ഇന്നലെ കുട്ടികളുടെ ഫോൺ വന്നപ്പോ മാത്രം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യായിരുന്നു. ആ സന്തോഷത്തിന്റെ ഒരു ചോക്ലേറ്റ് കഴിക്കൂ മിസ്സസ് വിജയഭാസ്കർ. താങ്ക് യു മദർ. മദറിന്റെ പ്രാർത്ഥന എന്നെ രക്ഷിച്ചു. നിങ്ങളെ മാത്രമല്ല, മിസ്റ്റർ വിജയഭാസ്കറിനെയും രക്ഷിച്ചു. അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് നിങ്ങളും കഴിക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. അന്ന് വിജയഭാസ്കർ പറഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം നരകത്തിലാണ് നടന്നതെന്ന്? തെറ്റ്. അത് സ്വർഗത്തിൽ തന്നെയാണ് നടന്നത്. മെറ്റി, അനുമോൾ ആരെപ്പോലെയാന്ന് പറയൂ? ഈ മമ്മിയെ പറിച്ചു വെച്ച പോലെ. സുധിയോ? ഈ മമ്മിയുടെ ഭർത്താവിനെ പറിച്ചു വെച്ച പോലെ. ദൈവം ചേർത്ത നിങ്ങളെ ഇനി ആർക്കും പിരിക്കാനാവില്ല. രണ്ടുപേരും ആ കൈകളിഞ്ഞോട്ട് കൊടുക്കൂ. ബന്ധം സുദൃഢമാക്കി എനിക്കൊന്ന് ആശീർവദിക്കണം. ആ കഴിഞ്ഞു കൊടുക്കൂ. മദറിനെ ആശീർവദിച്ചാൽ മതി. അതെന്താ കയ്യും കാലും ഒക്കെ? ഒന്ന് കൊടുക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. Yes. Now we'll go inside, sweetie. Come. Today is a happy day. കടന്നു വരുമ്പോഴേ ഒരു സ്നാപ്പ് എടുക്കാന്ന് വിചാരിച്ചതാ. I forgot to tell you something.
ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ ഏർപ്പാട് ചെയ്തതാ. ഈ ദിവസത്തിന്റെ സന്തോഷം രേഖപ്പെടുത്താൻ 4-5 ഫോട്ടോസ് എടുക്കണമെന്ന്. ബൈ, യു റെഡി? കം കം മിസ്റ്റർ വിജയഭാസ്കർ. റെഡി? ആ, ഇനി മെറ്റി മാറിക്കോളൂ. അവരുടെ ഫാമിലി ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. വേണ്ട മദർ. അയ്യോ അത് ഒട്ടും വേണ്ട, ഒരു കാരണവശാലും വേണ്ട. എന്താ മിസ്റ്റർ വിജയഭാസ്കർ, കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളാണ് വലിയ വലിയ വഴക്കുകളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. Exactly. ആ, നിക്ക് നിക്ക് നിക്ക്. ആ, good. എല്ലാവരും ചേർന്ന് നിന്നിട്ട് ഒന്ന് സ്മൈൽ. സ്മൈൽ ഡാഡി. ഇതാണോ ചിരി? സ്മൈലും അറിയില്ലേ? ആ, ഓക്കെ ഓക്കെ, താങ്ക് യു. മെറ്റി, നമുക്കിനി കുട്ടികളുടെ ഫോട്ടോ ഗാർഡനിൽ പോയി എടുക്കാം. വരൂ. വാ മോനെ. ബൈ, പ്ലീസ് കം. യെസ്, കമ്മിങ് കമ്മിങ്. എന്താ എന്താ നിങ്ങളും കുട്ടികളും അല്ലാതെ മറ്റാരും ഇവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? എന്നിട്ട് ഇപ്പോഴോ? ഇന്നലെ എവിടുന്നോ വന്നിരിക്കുന്നു ചങ്ങലി പൊട്ടിച്ചോണ്ടൊരു കുര്യാക്കോസ്. ഇപ്പൊ വന്നിരിക്കുന്നു ഒരു ഗവൺമെന്റ് കന്യാസ്ത്രീകള്. കുട്ടികളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് അവർ വന്നു, നേരാ, സമ്മതിച്ചു. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? എനിക്കിനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളും കന്യാസ്ത്രീകൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഞാൻ ഇറങ്ങിക്കോളാം. കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരും സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. അവരോട് കുറച്ചു നേരം നിൽക്കുന്നുണ്ടെന്നാ കുഴപ്പം? അവരെ നമുക്ക് തന്ത്രപൂർവ്വം ഇറക്കി വിടാം. നിങ്ങളുടെ തന്ത്രോ മന്ത്രോ ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നില്ലയോ? നീ ആരോടാ ഇത്ര ദേഷ്യപ്പെടുന്നു? എന്റെ കാര്യം തോന്നുന്നു. മദർ, Yes. ദേ പിന്നെയും തെറ്റി. അവര് തമ്മിൽ ഇവിടെ പൊരിഞ്ഞ വഴക്ക്. ഒന്ന് വേഗം ചെന്നേ. Oh my God. ശ്ശോ, ഇവിടെ എനിക്കിനി ഒന്നും കേൾക്കണ്ട. നമ്മുടെ തമ്മിലുള്ള കണ്ടീഷൻസും ബന്ധങ്ങളും എല്ലാം ഇതോടെ തീരും. ഇനി നിങ്ങൾ ഇവിടെ കാണരുത്. നിന്റെ പറച്ചിൽ കേട്ടാ നിന്റെ കൂടെ ഇവിടെ കഴിയണമെന്ന് എനിക്കെന്തോ നിർബന്ധമുള്ള പോലെയാണല്ലോ. വേണ്ട, നിർത്തിയേക്കാം. ഇപ്പൊ കുട്ടികളെ കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നു. ദാ ഈ നിമിഷം. പാടില്ല, പോകാൻ പാടില്ല മിസ്റ്റർ വിജയഭാസ്കർ. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല. ആ കുട്ടികളെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അങ്ങ് ഊട്ടിയിൽ നിന്ന് വന്ന എന്നെയും മിസ് മെറ്റലിനെയും പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ദൈവനാമത്തിൽ ഞാൻ പറയാണ്, നിങ്ങൾ വഴക്കിട്ട് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ മുറിയിൽ ഇന്ന് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയണം. കഴിഞ്ഞേ പറ്റൂ. വരൂ മെറ്റിൽഡ, mother. നമുക്ക് ഈ അല്ല, വാതിൽ മദർ, ചാരാം. മെറ്റി കുട്ടികളുടെ അടുത്തേക്ക് വെച്ചോളൂ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ മദർ. നിങ്ങൾ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? അവിവാഹിതയായ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ഈ മുറിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി ചെന്നാ അവര് വിടില്ല. അതെന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണോ? ഇപ്പൊ സമയം എത്രയായി? 8 കഴിഞ്ഞു. നിങ്ങൾ ഉടമ്പടി തെറ്റിച്ചു. ഇനി ഒരു മിനിറ്റ് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. ശരി. മിസ്റ്റർ വിജയഭാസ്കർ, നിങ്ങൾ വീണ്ടും പിണങ്ങി പോകുകയാണോ? ഞാൻ നിങ്ങളെ വിടില്ല. ഈ രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ കഴിയണം. പിണക്കം തീർത്തിട്ടേ ഞാൻ വിടും. പിണക്കം തീർന്നു മദർ. മദറിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഞങ്ങളിലൊരു ദിവ്യമായ ശാന്തി അങ്ങ് നിറഞ്ഞു. അത് പറയാൻ വന്നതാ. അതെയോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മദർ, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ആ കുന്തിയെ പറ്റിയാണ്. ആരെ പറ്റി? കുന്തി, പുരാണത്തിലെ കുന്തി. സൂര്യദേവന് ഭർത്താവായി സ്വീകരിച്ച കുന്തി, പിന്നെ പല ദേവന്മാരെയും ഭർത്താവായി സ്വീകരിച്ച കുന്തി, ഒടുവിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശാപം കിട്ടിയ പാണ്ഡുവിനോട് ഒരുമിച്ച് ഒരേ കട്ടിലിൽ. കുഞ്ഞു ഉറങ്ങിയോ? അല്ല, കുട്ടികൾ ഉറങ്ങിയോ? മെറ്റിൽഡ, മെറ്റിൽഡ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. What happened? Who's that? What? May God bless. ഇതായിരുന്നോ ഇത്? രാത്രി എനിക്ക് ഇവിടെ കൂട്ടിയെടുക്കാൻ വരുന്ന കുഞ്ഞപ്പൻ ചേട്ടനും ഭാര്യയല്ലേ?
ഇതിനാണോ നിങ്ങൾ? അതിനാണോ മെറ്റി പേടിച്ചത്? അയ്യോ പേടിച്ചതല്ല, ഒരു പേടി പോലെ ഒരു